കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും ഉറ്റുനോക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. ഷാഫി പറമ്പിൽ എന്ന കരുത്തനായ നേതാവ് പാർലമെന്റിലേക്ക് പോയതോടെ ഒഴിഞ്ഞുപോയ ആധിപത്യം തിരിച്ചുപിടിക്കാനും നിലനിർത്താനും കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് വലിയ പോരാട്ടങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും സന്ദീപ് വാര്യരുടെ എൻട്രിയും ഗ്രൂപ്പ് പോരുകളും പാലക്കാട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ടേമുകളിലായി ഷാഫി പറമ്പിൽ എന്ന യുവനേതാവ് കെട്ടിപ്പടുത്ത കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ബി.ജെ.പിയുടെ ശക്തമായ വെല്ലുവിളി അതിജീവിച്ചാണ് ഷാഫി ഇവിടെ വിജയിച്ചു വന്നത്. അദ്ദേഹത്തിന് ശേഷം ഈ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന സ്വാഭാവിക പിൻഗാമി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം രാഹുലിന് ഒട്ടും അനുകൂലമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. അതിജീവിത ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നതോടെ നിയമ പോരാട്ടം കടുത്തിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. മുതിർന്ന നേതാവ് കെ മുരളീധരൻ രാഹുലിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അനാവശ്യമാണെന്ന നിലപാടാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്ര വലിയ എതിർപ്പുകൾ ഉയരുന്നത് രാഹുലിന്റെ സാധ്യതകളെ ഏതാണ്ട് ഇല്ലാതാക്കിയിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് എ തങ്കപ്പൻ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ശക്തമായ ആവശ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പ്രമേയം ഉയർന്നു. സംഘടനാപരമായി അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് BJP പ്രതിരോധിക്കാൻ ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എ തങ്കപ്പന്റെ പേര് ഉയരുമ്പോഴും ഷാഫി പറമ്പിലിന്റെ നിലപാട് ഇവിടെ നിർണായകമാകും. താൻ വളർത്തിയ മണ്ഡലം ഒരു യുവനേതാവിന് തന്നെ കൈമാറണമെന്ന വാശിയിലാണ് ഷാഫി. ഇത് ജില്ലയിലെ മുതിർന്ന നേതാക്കളും യുവാക്കളും തമ്മിലുള്ള പോരിലേക്ക് വഴിമാറുകയാണ്. യൂത്ത് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിനായി പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഷാഫിയും രാഹുലും പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇത്തവണയും യുവാക്കൾ വേണമെന്നാണ് അവരുടെ വാദം. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഷാഫി പറമ്പിലിന്റെ പിന്തുണയും ജയഘോഷിനുണ്ട്. ആലത്തൂർ മുൻ MP ആയ രമ്യ ഹരിദാസും പാലക്കാട് സീറ്റിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദളിത് യുവ മുഖമെന്ന നിലയിൽ രമ്യയെ പരിഗണിക്കുന്നത് മണ്ഡലത്തിൽ ഗുണകരമാകുമെന്ന് ഹൈക്കമാൻഡിൽ ഒരു വിഭാഗം കരുതുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ പാലക്കാട്ടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന് സന്ദീപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. തൃശൂരിനോടാണ് വൈകാരികമായ അടുപ്പമെന്ന് അദ്ദേഹം പറയുമ്പോഴും പാലക്കാട് BJP വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സന്ദീപിന് കഴിയുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. കെ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ BJP 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന സന്ദീപിന്റെ പ്രസ്താവന കോൺഗ്രസ് അണികളിൽ ആവേശം നിറച്ചിട്ടുണ്ട്. BJPയുടെ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ നേരിടാൻ സന്ദീപിനെ പോലെ ഒരാൾ വേണമെന്ന ചിന്ത ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. പാലക്കാട് നഗരത്തിന് പുറമെ തൃത്താലയിലും പട്ടാമ്പിയിലും കോൺഗ്രസ് കടുത്ത നിലപാടിലാണ്. VT ബൽറാം തന്നെ തൃത്താലയിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് പൊതുവികാരം. MP രാജേഷിനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ബൽറാമിനെ കഴിയുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. പട്ടാമ്പി സീറ്റിനെ ചൊല്ലി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വടംവലി നടക്കുകയാണ്. സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. മുൻ MLA CP മുഹമ്മദിന്റെ ഭീഷണി നേതൃത്വത്തെ കുഴപ്പിക്കുന്നുമുണ്ട്. പട്ടാമ്പിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നത് ജില്ലയിലെ പ്രവർത്തകരുടെ വികാരമാണ്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി BJPയുടെ വളർച്ചയാണ്. നഗരസഭ ഭരിക്കുന്ന BJPക്ക് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. CPM ആകട്ടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുമ്പോഴും തങ്ങളുടെ അടിത്തറ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്ന ചെറിയ പിഴവ് പോലും UDFന് വലിയ നഷ്ടമുണ്ടാക്കും. പാലക്കാട്ടെ കോൺഗ്രസ് രാഷ്ട്രീയം ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കപ്പുറം പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രധാനമെന്ന് മുതിർന്ന നേതാക്കൾ തിരിച്ചറിയുന്നു. എ തങ്കപ്പനെ പോലെയുള്ള അനുഭവപരിചയമുള്ളവരോ സന്ദീപ് വാര്യരെ പോലുള്ള പോരാളികളോ അതോ ജയഘോഷിനെ പോലെയുള്ള യുവാക്കളോ പാലക്കാട് അംഗത്തിറങ്ങുക എന്നത് ദീപാദാസ് മുൻഷിയുടെയും KPCC നേതൃത്വത്തിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഗ്രൂപ്പ് പോരുകൾ മാറ്റി നിർത്തി ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന പാലക്കാടൻ സുൽത്താൻ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ നിന്ന് പാർട്ടിയിലെ കരുത്തുറ്റ യുവശബ്ദമായി മാറിയ രാഹുൽ ഇപ്പോൾ വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതേസമയം രാഹുൽ പ്രതിയായ ബലാത്സംഗ കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ കക്ഷി ചേരണമെന്ന അതിജീവിതയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് രാഹുലിന് വലിയ തിരിച്ചടിയാണ്. ഈ കേസിലെ അന്വേഷണവും കോടതിയുടെ അന്തിമ നിലപാട് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ നിർണായകമാകും. പാലക്കാട് നിയമസഭാ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ രാഹുൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിലെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് എതിരാണ്. VS വിജയരാഘവൻ രാഹുലിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയ അദ്ദേഹം ജില്ലയിലെ മറ്റ് നേതാക്കൾക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടിക്ക് പുറത്തായ ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അനാവശ്യമാണെന്ന മുരളീധരന്റെ പ്രസ്താവന രാഹുലിന്റെ സ്വീകാര്യത കുറച്ചിട്ടുണ്ട്. രാഹുലിന് പകരം DCC പ്രസിഡന്റ് എ തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്നാണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ. രാഹുലിന്റെ ഏറ്റവും വലിയ കരുത്ത് ഷാഫി പറമ്പിലുമായുള്ള സൗഹൃദമാണ്. പാലക്കാട് മണ്ഡലം ഒരു യുവ നേതാവിന്
തന്നെ നൽകണമെന്ന ഷാഫിയുടെ വാശി രാഹുലിന് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ബലാത്സംഗ കേസിലെ ആരോപണങ്ങൾ ഷാഫിയെ പോലും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. രാഹുലിന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. വിജയസാധ്യതയും പ്രതിച്ഛായയും പ്രധാനമാണെന്നിരിക്കെ ആരോപണ വിധേയനായ ഒരാളെ BJPക്ക് വലിയ സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ACC മടിച്ചേക്കും. ചുരുക്കത്തിൽ വാക്കുകൾ കൊണ്ടും ചാനൽ ചർച്ചകളിലെ പ്രകടനം കൊണ്ടും കോൺഗ്രസ് അണികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സീറ്റ് ലഭിക്കുക എന്നത് അത്ര എളുപ്പമാകില്ല. കോടതി നടപടികളിലെ പുരോഗതിയും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും.